ലിവർപൂൾ യുണൈറ്റഡിനെ വലിച്ചു കീറി കോൽക്കളി കളിക്കുന്നത് കാണാനിരുന്ന എല്ലാ മച്ചാന്മാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഹാഫൊക്കെ കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും പറയത്തില്ല യുണൈറ്റഡ് ഈ ഒരു മത്സരം അറ്റ്ലീസ്റ്റ് ഒരു സമനിലയിലെങ്കിലും കൊണ്ടെത്തിക്കുമെന്ന് ഒരു മനുഷ്യൻ പോലും പറയത്തില്ല. ഫസ്റ്റ് ഹാഫ് കഴിയുമ്പം യുണൈറ്റഡിൻ്റെ ഷോട്ട് ഓൺ ടാർഗറ്റ് 0, ടോട്ടൽ നമ്പർ ഓഫ് ഷോട്ട് 0. ലിവർപൂളിന് ടോട്ടൽ നമ്പർ ഓഫ് ഷോട്ട് 15, അതിൽ 4 എണ്ണം ഓൺ ടാർഗറ്റാണ്, അതിലൊരെണ്ണം സ്കോറും ചെയ്തു. ഒരു രീതിയിലും യുണൈറ്റഡിൻ്റെ തിരിച്ചു വരവ് എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ എവിടെ നിന്ന് എങ്ങനെ തിരിച്ചു വരുമെന്നാണ്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് തുടങ്ങാൻ പോകുന്നു. ടെൻ ഹാഗ് അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. ടെൻ ഹാഗ് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് അല്ലെങ്കിൽ ടണലിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു. ക്രൗഡിനെ നോക്കി ക്ലാപ്പ് ചെയ്യുന്നു, പമ്പ് ചെയ്യാൻ അവരെ കൂടുതലും സ്പിരിറ്റഡ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ക്രൗഡ് ഭയങ്കരമായിട്ട് അലറി വിളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ആ ഒരു സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോഴും യുണൈറ്റഡിനേക്കാളും ബെറ്റർ ടീം ലിവർപൂളാണ്. പക്ഷേ ഗെയിമിലോട്ട് തിരിച്ചു വരാനുള്ള ചാൻസ് നമുക്ക് തന്ന് നമ്മളെ സഹായിച്ച ആ ഒരു ക്വാൻസ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. പുള്ളിയുടെ ആ ഒരു മിസ് പാസ് ബ്രൂണോയ്ക്ക് കൊടുക്കുന്നു. അവരുടെ ഗോൾ കീപ്പറിൻ്റെ പൊസിഷൻ പ്ലസ് ക്വാൻസയുടെ മിസ് പാസ്, ഇത് രണ്ടും കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്തു. ഗോൾ കീപ്പറിൻ്റെ മേളിൽ കൂടെ ബ്രൂണോ ആ ഒരു ഗോൾ സ്കോർ ചെയ്യുന്ന യുണൈറ്റഡ് 1-1 എന്ന് പറയുന്ന ആ ഒരു സ്ഥിതിയിലോട്ട് വരുന്നു. അവിടെ നിന്ന് യുണൈറ്റഡ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന ആ ഒരു തിരിച്ചു വരവ്, ആ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞപ്പോൾ മച്ചാന്മാർക്കെല്ലാം ഒരു എന്നാ പറയുന്നത്, ഒരു റെഡ് ബുള്ള് കുടിച്ച ഒരു അവസ്ഥ അതെല്ലാം മച്ചാന്മാർക്കും വന്നു. അങ്ങനെ പെട്ടെന്ന് ആ ഒരു എനർജി കിട്ടി, ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ ഗോളും കോബി മേനു സ്കോർ ചെയ്യുന്നു. കോബി മേനുവിൻ്റെ ആ ഒരു ഗോളിൻ്റെ സമയത്ത് നോക്കിയാൽ ഈ ലിവർപൂൾ ഡീപ്പറായിട്ട് അവർ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അവരുടെ ഡിഫെൻസീവ് സ്ട്രക്ചറൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുകയാണ്. ആ ഒരു സമയത്തുണ്ടല്ലോ കോബി മേനു ആ ഒരു സമയത്ത് ഒരു പാസിന് ശ്രമിച്ചിരുന്നെങ്കിൽ ആ ഒരു അറ്റാക്കിംഗ് മൂവ് വെറുതെ ആയിപ്പോയനെ. അവനറിയാം, ആ 18 വയസ്സുള്ള അവനറിയാം പാസ് കൊടുത്തിട്ട് യാതൊരു ഗുണമില്ലെന്ന്. അതുകൊണ്ട് തന്നെ അവൻ്റെ ആ ഒരു ഇൻസ്റ്റിങ് അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു കഴിവിനെ ബിലീവ് ചെയ്തുകൊണ്ട് അവൻ മുന്നോട്ട് പോയി, അവൻ സ്കോർ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ നമ്മളുണ്ടല്ലോ 18 വയസ്സുള്ള ഈ ഒരു കോബി മേനുവിൻ്റെ കാര്യം നോക്കുമ്പം തന്നെ നമ്മൾ മറ്റുള്ള ടീനേജേഴ്സ്, ഇന്നത്തെ മാച്ചിൽ 3 ടീനേജേഴ്സാണ് യുണൈറ്റഡിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തത്. കോബി മേനു, ഗർണാച്ചോ, അതുപോലെ തന്നെ വില്ലി കാംബോവാല. അപ്പോൾ ഇങ്ങനത്തെ 3 ടീനേജേഴ്സ് നമുക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഗർണാച്ചോ നന്നായിട്ട് കളിച്ചു. വില്ലി കാംബോവാലയുടെ കാര്യം, പുള്ളിയുടെ ആദ്യത്തെ സ്റ്റാർട്ടാണ്, യുണൈറ്റഡിൻ്റെ ഷട്ടിൽ ആദ്യത്തെ സ്റ്റാർട്ടാണ് പുള്ളി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി ഇമ്പ്രസ്ഡ് ആണ് വില്ലി കാംബോവാലയുടെ കാര്യത്തിൽ. കാരണം ഡാർവിൻ നൂനസും ഒക്കെ ആയിട്ട് 1v1 വരുന്നുണ്ട്. അവൻ 1v1 വരുമ്പോഴത്തേനും എൻ്റെ ചങ്കിടിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അങ്ങനത്തെ ഒരു ഡാർവിൻ നൂനസ് എന്ന് പറയുന്ന ചില്ലറ പ്ലെയർ അല്ല. അപ്പം അങ്ങനത്തെ ഒരു പ്ലെയറിനെതിരെ 1v1 വരുന്നു, ആ ഒരു ബാറ്റിൽ ജയിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ക്രൗഡിനെ നോക്കി ചിയർ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്നാ പറയുന്നത് റോർ ചെയ്യുന്നു. അപ്പം അങ്ങനെ ഭയങ്കര എക്സ്ട്രീംലി കോൺഫിഡൻ്റ് ആണ്. നമ്മൾ അങ്ങനത്തെ ഒരു പ്ലെയറിനെ നമ്മൾ കാണുമ്പോഴത്തേന് നമ്മുടെ അക്കാഡമി ചെക്കൻ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു പ്ലെയറായിട്ടാണ് ഇന്നത്തെ മാച്ച് കണ്ടപ്പം എനിക്ക് ആ ഒരു മനുഷ്യനെ തോന്നി. നമ്മൾ ഓവർ ഹൈപ്പ് ചെയ്ത് ഞാൻ കുളവാക്കുന്നതല്ല, പക്ഷേ ഇന്നത്തെ മാച്ച് കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആണ്. ഒത്തിരി സന്തോഷമുണ്ട് അങ്ങനത്തെ ഒരു പ്ലെയറിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു പ്ലെയറിൻ്റെ പെർഫോമൻസ്, ഇന്നത്തെ പെർഫോമൻസ്. അതുപോലെ തന്നെ പുള്ളിയുടെ കൂടെ കളിച്ച മഗ്വയറൊക്കെ മരിച്ച് കിടന്ന് ഷർട്ടിന് വേണ്ടി കളിക്കുകയാണ്. മഗ്വയർ പരിക്കാണോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. ഇടയ്ക്ക് മഗ്വയറിൻ്റെ ആ ഒരു സംഭവം ഇടയ്ക്ക് എന്തോ ഒരു പരിക്കിൻ്റെ ഒരു സിംറ്റംസ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ പൊന്നെ, പരിക്കാകരുതേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടീം, യുണൈറ്റഡിൻ്റെ ടീമിനെ നോക്കിയോ. യുണൈറ്റഡിൻ്റെ ടീമെന്ന് പറയുന്നത് ചരിത്രത്തിൽ തന്നെ വൺ ഓഫ് ദ വേസ്റ്റ് യുണൈറ്റഡ് ടീം, വളരെ നാശിച്ച വെറും വാഴകളുടെ ടീമുകൾ. അപ്പം ആ ഒരു ടീമിനെ വെച്ചുകൊണ്ട് ലിവർപൂളിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ലിവർപൂൾ ടീമിനെതിരെയാണ് നമ്മൾ ഇന്ന് കളിച്ചെന്ന് ഓർക്കണം. ഈ ഒരു സീസണിൽ, അതായത് ക്ലോപ്പിൻ്റെ അവസാന സീസൺ, ലിവർപൂളിൻ്റെ ഏറ്റവും ബെസ്റ്റ് ടീമുമായിട്ട് നമുക്കെതിരെ മത്സരിക്കാൻ വേണ്ടി വരുന്നു. 3 മത്സരങ്ങളിലും ലിവർപൂളിൻ്റെ ആ ഒരു വമ്പൻ ടീമിന് നമുക്കെതിരെ ജയം നേടാൻ പറ്റിയില്ല എന്ന് പറയുന്നത് ലിവർപൂളിനെ സംബന്ധിച്ച് നാണക്കേടാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ ടെൻ ഹാഗിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ്, ടെൻ ഹാഗിൻ്റെ ടാക്ടിക്സ്, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ടെൻ ഹാഗിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ, അമ്രാബാത്തിനെ ആ സമയത്ത് സബ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഗർണാച്ചോ സബ് ചെയ്ത് അമ്രാബാത്തിനെ കൊണ്ടുവരേണ്ട യാതൊരു കാര്യവും അവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൾറെഡി ആ ഒരു മിഡ്ഫീൽഡിൽ കോബി മേനു എന്ന് പറയുന്ന പ്ലെയർ ആ ഒരു ചെറിയൊരു ഇഞ്ചുറിയുടെ ഒരു സയൻസ് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രിക്കോഷൻ രീതിയിൽ ആ ഒരു ചെറുപ്പക്കാരനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ കോബി മെനുവിനെ ആ സമയത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മൗണ്ടിനെ ആ ഒരു മിഡ്ഫീൽഡിലോട്ട് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. ബ്രൂണോ നമ്പർ 8 ആയിട്ട് കളിപ്പിക്കുക, മൗണ്ടിനെ നമ്പർ 10 ആക്കുക, ഗർണാച്ചോ അവിടെ സ്റ്റേ ചെയ്യുക. നമ്മുടെ അറ്റാക്കിൽ ഏറ്റവും വലിയൊരു ത്രെട്ട് എന്ന് പറയുന്നത് ഗർണാച്ചോ ആണ്. അപ്പോൾ ഗർണാച്ചോ ആ ഒരു സമയത്ത് സബ് ചെയ്തത്. പിന്നെ റാഷ്ഫോർഡ് പരുക്കാൻ തോന്നുന്നു. റാഷ്ഫോർഡിന് ഇനിയിപ്പം മുന്നോട്ടുള്ള സ്ഥിതി എന്താകുമെന്നൊന്നും ഒരു പിടുത്തമില്ല. അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ചോദിച്ച് മേടിച്ച് പുള്ളി പുറത്ത് പോകുമായിരുന്നു.
അപ്പോൾ അത് അവിടെ കിടക്കുന്നു. അപ്പോൾ അമ്രാബാത്ത് വന്നു കഴിഞ്ഞിട്ട് ആ ഒരു ഗോൾ ലിവർപൂൾ തിരിച്ചടിക്കുന്നത് അത് അമ്രാബാത്തിൻ്റെ മിസ്റ്റേക്ക് ആണെന്നൊന്നും ഞാൻ പറയത്തില്ല. നമ്മുടെ വാൻ ബിസാക്ക ആ ഒരു ടാക്കിൾ ആ ഒരു സമയത്ത് എലിയറ്റിനെതിരെ മേക്ക് ചെയ്യുന്നു, പെനാൽറ്റി കിട്ടുന്നു. അപ്പോൾ അത് പക്ഷേ ആ സമയത്ത് ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ടെൻ ഹാഗിൻ്റെ ടീം എപ്പോഴും ഓൺ ദ ബ്രേക്ക് നമുക്കെതിരെ വളരെ ഈസി ആയിട്ട് ആ ഒരു മിഡ്ഫീൽഡ് ഇങ്ങനെ ഓപ്പൺ അപ്പ് ആകുന്നു, അല്ലെങ്കിൽ ഒത്തിരി പ്ലെയേഴ്സിനെ മുന്നോട്ട് കമ്മിറ്റ് ചെയ്ത് അവർക്ക് പ്രോപ്പറായിട്ട് ഈ ഒരു എന്നാ പറയുന്നത് ഓപ്പോസിഷൻ്റെ കൗണ്ടറിനെ അതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടാക്ടിക്സ് അല്ല ഈ ഒരു ടെൻ ഹാഗിൻ്റെതെന്നാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്. അത് എല്ലാ ഗെയിമിലും ഒരേ തരത്തിൽ ഈ ഒരു ഓപ്പോസിഷൻ നമ്മുടെ ആ ഒരു ടാക്ടിക്കലി ഉള്ള നമ്മുടെ മിസ്റ്റേക്കിനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അത് ടെൻ ഹാഗ് എന്തുകൊണ്ട് സോർട്ട് ഔട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ക്വസ്റ്റ്യനാണ്. ടെൻ ഹാഗിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴും ഈ ക്വസ്റ്റ്യൻസൊക്കെ ടെൻ ഹാഗ് അഡ്രസ്സ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ക്ലോപ്പ് ആശാൻ്റെ അവസാനത്തെ ഓൾഡ് ട്രാഫോർഡ് വിസിറ്റ്, ആ ഒരു ലിവർപൂൾ ടീമിൻ്റെ കോച്ചായിട്ടുള്ള പുള്ളിയുടെ അവസാനത്തെ ആ ഒരു ഓൾഡ് ട്രാഫോർഡ് വിസിറ്റ്, അത് ജയം പുള്ളിക്ക് കിട്ടിയില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അല്ലാതെ ഞാനിപ്പം അയ്യോ ക്ലോപ്പിന് ജയം കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു സങ്കടം, അത്രയ്ക്കും വിശുദ്ധനായിട്ടുള്ള യുണൈറ്റഡ് ഫാൻ അല്ല ഞാൻ. എനിക്ക് എൻ്റെ ടീം അതിൽ മുകളിലോട്ടൊരു സംഭവമില്ല. എല്ലാ ഫുട്ബോൾ ഫാൻസിനും അവനവൻ്റെ ടീമിന് മുകളിലൊരു ടീമിനെ കാണാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. അപ്പോൾ അത്ര വിശുദ്ധന്മാർ കളിക്കാൻ വേണ്ടി നമ്മളിത് ഫുട്ബോൾ ഗെയിമാണ്, നമുക്ക് നമ്മുടെ സ്വാർത്ഥതയൊക്കെ ആവാം എന്ന് തന്നെയാണ് നമ്മുടെ ടീമിനെ സംബന്ധിച്ച്, എല്ലാവർക്കും അവരവരുടെ ടീമിനെ സംബന്ധിച്ച് സ്വാർത്ഥതയാകാം എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. ഇനി എനിക്ക് ആർസണലിൻ്റെയും സിറ്റിയുടെയും ആരാധകരോടൊക്കെ പറയാനുള്ളത്, ഞങ്ങൾക്ക് ചെയ്യാവുന്ന പരമാവധി ഞങ്ങൾക്കുള്ള ഈ ഒരു ടീമിനെ വെച്ചുകൊണ്ട് ഞങ്ങൾക്കിതിൽ കൂടുതൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു ലീഡെന്ന് പറയുന്ന സാധനം ഇപ്പം കട്ട് ചെയ്ത് ഞങ്ങൾ തന്നിട്ടുണ്ട്. വേണമെങ്കിൽ ടൈറ്റിൽ അടിക്കണമെങ്കിൽ അടിക്കുക. അപ്പോൾ അത്രേ എനിക്ക് പറയാനുള്ളൂ. അതുമാത്രമല്ല ചിലവ് അത് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ആർസണൽ അതുപോലെ തന്നെ സിറ്റി ഫാൻസിൻ്റെ കയ്യിൽ നിന്ന്, യുണൈറ്റഡ് ഫാൻസിൻ്റെ പ്രത്യേക ചിലവ്. അപ്പോൾ അത്രയൊക്കെയുള്ള വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിടുക. മറ്റൊരു നല്ല വീഡിയോ ഇടണം. ഗ്ലോറി മാൻ യുണൈറ്റഡ്.